ഹായ് ഫ്രണ്ട്സ്, ക്രാഫ്റ്റിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സാറ്റിൻ സ്റ്റിച്ച് എന്ന് പറയുന്ന ഒരു സ്റ്റിച്ച് വെച്ചിട്ടുള്ളൊരു ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ വരച്ചിട്ടുണ്ട്. ഓൾറെഡി 4 പെറ്റൽസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി 2 പെറ്റൽസും ഈ മിഡിൽ പോർഷനാണുള്ളത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ സാറ്റിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഇങ്ങനെ അടുപ്പിച്ച് ലൈൻസ് പോലെ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഈ സാറ്റിൻ സ്റ്റിച്ച് വെച്ച് നമുക്ക് ഈ ഫ്ലവർ ചെയ്യാം. അതിനാദ്യം ഈ പെറ്റലിൻ്റെ ഈ താഴത്തെ ഭാഗത്തുനിന്ന് സൂചി ഇങ്ങനെ മുകളിലോട്ട് എടുത്തു. എന്നിട്ട് ആ ഔട്ട്ലൈനിൻ്റെ ആ പെറ്റലിൻ്റെ ഔട്ട്ലൈൻ നോക്കാം. അതിൽ മുകളിലൊരു പോയിൻറ്റിലൂടെ സൂചി താഴോട്ട് കൊടുത്തു. ഇപ്പോൾ താഴേക്ക് എടുത്ത പോയിൻറ്റിൻ്റെ വളരെ അടുത്തുള്ളൊരു പോയിൻറ്റിൽ നിന്ന് തന്നെ സൂചി വീണ്ടും മുകളിലോട്ട് എടുക്കുക. എന്നിട്ട് ഈ പെറ്റലിൻ്റെ താഴ്ഭാഗത്തിലൂടെ സൂചി നമ്മൾ താഴോട്ട് കൊണ്ടുപോയി. അങ്ങനെ ആ പെറ്റൽസ് നമ്മൾ ഫില്ല് ചെയ്തെടുക്കണം. ഇത് ഈ സ്റ്റിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നോക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് പെറ്റലിൻ്റെ താഴേന്ന് ടോപ്പ് പോർഷനിലേക്ക് ഒരു സ്റ്റിച്ച്, പിന്നെ പെറ്റലിൻ്റെ ടോപ്പിൽ നിന്ന് താഴോട്ടൊരു സ്റ്റിച്ച്, അങ്ങനെ മാറി മാറിയാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ സെയിം ഡയറക്ഷനിൽ തന്നെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ, അതായത് ടോപ്പ് ടു ബോട്ടം അല്ലെങ്കിൽ ബോട്ടം ടു ടോപ്പ്, അങ്ങനെ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ മാത്രം സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നൂല് ഒരുപാട് വേസ്റ്റ് ആവും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പെറ്റലിൻ്റെ താഴേന്ന് മുകളിലോട്ട് ഒരു സ്റ്റിച്ച് കൊടുത്തു, അടുത്തത് മുകളിൽ നിന്ന് താഴോട്ട്, അങ്ങനെ നമ്മൾ മാറി മാറി കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നൂല് ഒരുപാട് വേസ്റ്റ് ആവില്ല. നമ്മളിത് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നൂല് ഒന്നിൻ്റെ മുകളിൽ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് പോകരുത്. അങ്ങനെ കറക്റ്റായിട്ട് ആ സ്പേസിൽ നമ്മൾ ഫില്ല് ചെയ്ത് പോകണം. അങ്ങനെ നമ്മൾ ഈ പെറ്റൽസ് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ പെറ്റൽസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ മിഡിൽ പോർഷൻ ചെയ്യാം. അത് ഞാൻ വേറൊരു കളർ വെച്ചിട്ട് ഈ സെയിം സാറ്റിൻ സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനൊരു ഗ്രീൻ കളറാണ് എടുത്തിരിക്കുന്നത്. ഇതും നമുക്ക് ഈ സാറ്റിൻ സ്റ്റിച്ച് വെച്ച് തന്നെ ആ നടുവിൽ ആ റൗണ്ട് പോർഷൻ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ സാറ്റിൻ സ്റ്റിച്ച് വെച്ചുള്ള ഫ്ലവർ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.